വിവിധ ക്രമക്കേടുകൾ അത് സംബന്ധിച്ച കണ്ടെത്തലുകളൊക്കെ തന്നെ നമ്മെ ഞെട്ടിക്കുന്നതാണ്. ന്യൂസ് ബസ് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശബരിമലയിൽ സ്വർണ്ണ കൊടിമര നിർമ്മാണത്തിന്റെ മറവിലും വൻ തട്ടിപ്പ് നടന്നെന്നാണ് കണ്ടെത്തൽ. കൊടിമര നിർമ്മാണത്തിന് UDF ദേവസ്വം ഭരണസമിതി നടത്തിയ പണപ്പിരിവ് SIT അന്വേഷിക്കും. കൊടിമരത്തിന് ഫിനിക്സ് ഫൗണ്ടേഷൻ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് മറച്ചുവെച്ച് പ്രമുഖ സിനിമാ താരങ്ങളിൽ നിന്ന് അടക്കം പണം പിരിച്ചുവെന്നാണ് സംശയം. ഫിനിക്സ് ഫൗണ്ടേഷൻ തുക നിക്ഷേപിച്ചതിന് തെളിവ് റിപ്പോർട്ടിന് ലഭിച്ചു. റോഷിപ്പാലാണ് ചേരുന്നത്. റോഷിപ്പാൽ, ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇതിപ്പോൾ ഈ സ്വർണ്ണ കൊടിമര നിർമ്മാണം അതിന്റെ മറവിൽ ഏത് രീതിയിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? വിനിത, 2016-17 കാലഘട്ടത്തിൽ UDFന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷൻ, അംഗമായി അജയ് തറയിൽ. ആ ഘട്ടത്തിലാണ് കൊടിമരം നവീകരിക്കാനുള്ള തീരുമാനം. കൊടിമരത്തിന്റെ താഴെ ഉറുമ്പരിച്ചു, അതുകൊണ്ട് മാറ്റണമെന്ന ദേവഹിതം തുറന്ന് കൊടിമരം മാറ്റുന്നു. ആ കൊടിമരം മാറ്റിയതിന് പിന്നാലെ തന്നെ സ്പോൺസറെ കണ്ടെത്തുന്നു ഭരണസമിതി. അത് ഹൈദരാബാദ് ആസ്ഥാനമായ ഫോണിക്സ് ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ചീഫ് എഞ്ചിനീയർ പരിശോധിച്ചപ്പോൾ ചീഫ് എഞ്ചിനീയർ നൽകിയ എസ്റ്റിമേറ്റ് പ്രകാരം 3,20,30,000 രൂപ. ആ തുക പൂർണ്ണമായും ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് ഈ ഹൈദരാബാദിലെ കമ്പനി നിക്ഷേപിക്കുന്നു. 4 ഘട്ടമായിട്ടാണ് പണം നിക്ഷേപിക്കുന്നത്. ഈ പണം ലഭിച്ചിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ വ്യാപകമായി പണം പിരിച്ചു, നിയമവിരുദ്ധമായി പണം പിരിച്ചു എന്ന കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 2.5 കോടി രൂപയോളമാണ് അനധികൃതമായി പിരിച്ചെടുത്തത്. അത് പ്രധാനപ്പെട്ട ചില സിനിമാ താരങ്ങളിൽ നടക്കം പണം പിരിച്ചു എന്നതിന്റെ കൃത്യമായ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ശബരിമലയിൽ സ്വർണ്ണക്കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നു. അത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആസൂത്രിതമായ തന്നെ പണപ്പിരിവ് എന്ന് നമ്മൾ പറയണം. ആസൂത്രിതമായ ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതായത് ഒരു സ്പോൺസർ ഉണ്ടെന്നത് മറച്ചു വെച്ചുകൊണ്ട് അതിന് തക്കവിധമുള്ള തുക, അതായത് വലിയ തുകയായിരിക്കുമല്ലോ സ്വാഭാവികമായും പിരിച്ചെടുത്തിട്ടുണ്ടാവുക, അല്ലേ? വിനിത, അങ്ങനെയാണ്. നിലവിൽ അന്വേഷണ സംഘത്തിന് 2.5 കോടി രൂപയോളം പിരിച്ചെടുത്തു എന്ന വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചത്. കൂടുതൽ തുക പിരിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടി വിശദമായ അന്വേഷണത്തിന് അവർ തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. കാരണം ഈ കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടി ചീഫ് എഞ്ചിനീയറുടെ എസ്റ്റിമേറ്റ് പ്രകാരം 3,20,30,000 രൂപ മാത്രമേ ചെലവുള്ളൂ. ആ തുക പൂർണ്ണമായി ഹൈദരാബാദിലെ ഫോണിക്സ് ഫൗണ്ടേഷൻ നൽകിയിട്ടുമുണ്ട്. ആ പണം ലഭിച്ചിട്ടും പിന്നെയും സിനിമാ താരങ്ങളെ അടക്കം സമീപിച്ചുകൊണ്ട് കൊടിമരം സ്ഥാപിക്കാൻ പണവും സ്വർണവും വേണമെന്ന ആവശ്യമുയർത്തി പലരും പണം നൽകി. സ്വർണം പല സിനിമാ താരങ്ങളും നൽകിയതായി സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച പരിശോധനകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 2.5 കോടിക്കപ്പുറത്തേക്ക് ഭീമമായ തുക ഈ ദേവസ്വം ബോർഡ് പിരിച്ചെടുത്തിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. വലിയ തട്ടിപ്പുകൾ ശബരിമലയിൽ അത് പല ഭരണസമിതികളും നടത്തിയിട്ടുണ്ട്. നേരത്തെ പത്മകുമാറിന്റെ അധ്യക്ഷതയുള്ള ഭരണസമിതി, N വാസുവിന്റെ അധ്യക്ഷതയുള്ള ഭരണസമിതി, അതിനു പുറമെ ഇപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൂടി വലിയ തട്ടിപ്പുകൾ ശബരിമലയിൽ നടത്തിയെന്നതിന്റെ സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. വിനീത, ശരി, അതാണ് ഏതായാലും UDF ഭരണസമിതിയെ, UDFനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങളാണ്. കൊടിമരത്തിനായി വലിയ പണപ്പിരിവ് നടന്നു, അതിൽ തട്ടിപ്പുണ്ട് എന്ന് സംശയിക്കാവുന്ന കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. റോഷിപ്പാലാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. ഏതായാലും SIT ഇതിൽ അന്വേഷണം നടത്താൻ പോകുന്നു എന്നതാണ് ഏറ്റവും നിർണായകം.